ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂമറോളജി പ്രകാരം ജന്മസംഖ്യ 1 വരുന്നവർ ഒന്നാമതാകുവാൻ ജനിച്ചവരാണ്. ശരിയാണോ? ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം എന്നത് ഒരു ജ്യോതിഷ വിഭാഗമാണ്. ന്യൂമറോളജിയിൽ ചൈനീസ് സംഖ്യാശാസ്ത്രം, ഇംഗ്ലീഷ് കുബല, അഗരിപ്പം മെത്തേഡ് എന്നൊക്കെ പ്രാദേശികമായി വിഭാഗങ്ങളുണ്ട്. ഒരാളുടെ ജനന തീയതികൾ അല്ലെങ്കിൽ ജന്മസംഖ്യകൾ വെച്ച് ഒരു വ്യക്തിയുടെ ഭാവിയും ഭാഗ്യനിർഭാഗ്യങ്ങളും വ്യക്തിത്വങ്ങളും ഒക്കെ അറിയുവാൻ സാധിക്കുമെന്ന് സംഖ്യാശാസ്ത്രം അവകാശപ്പെടുന്നു. ഗ്രിഗേറിയൻ കലണ്ടർ, അതായത് ഇംഗ്ലീഷ് മാസങ്ങളിലെ തീയതികൾ നോക്കിയാണ് ഇതിൽ പ്രവചനങ്ങൾ പറയുന്നത്. ജനന തീയതി അനുസരിച്ച് ഒരാളുടെ ജീവിതവും ഭാഗ്യവും തൊഴിലും ദാമ്പത്യ ജീവിതവും വ്യത്യാസപ്പെട്ടിരിക്കും. മാസങ്ങൾക്ക് 1 മുതൽ 31 വരെ തീയതികൾ ഉണ്ടെങ്കിലും സംഖ്യാശാസ്ത്ര പ്രകാരം 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ഫലം പ്രവചിക്കുന്നത്. 10 മുതൽ മുകളിലോട്ടുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടി ഒറ്റ സംഖ്യയാക്കി മാറ്റി ഫലം പറയുന്നു. ന്യൂമറോളജി പ്രകാരം 1 ജനസംഖ്യയായി വരുന്ന വ്യക്തികളുടെ പൊതുവായ ചില കാര്യങ്ങൾ അറിയാം. ഗ്രിഗേറിയൻ കലണ്ടർ മാസങ്ങളിൽ 1, 10, 28, 19 തീയതികളിൽ ജനിക്കുന്നവരുടെയെല്ലാം ജന്മസംഖ്യയാണ് 1. സുഖ സൗകര്യങ്ങൾ, ആഡംബരങ്ങൾ എന്നിവ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. ഒന്നാമതാകുവാനും നേതൃത്വ സ്ഥാനത്തേക്ക് വരുവാനുമാണ് ഇവരുടെ ശ്രദ്ധ. ഇവർ എങ്ങനെയും അത് നേടിയെടുക്കും. ഏത് കാര്യങ്ങളിലും ഒരു സ്വാർത്ഥത ഉണ്ടായിരിക്കും. ആരുടെ മുന്നിലും തല കുനിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. എല്ലാ കാര്യവും വെട്ടി തുറന്നു പറയുന്ന സ്വഭാവക്കാരാണിവർ. വളരെ ആലോചിച്ച് എല്ലാ കാര്യവും ചെയ്യുകയുള്ളൂ. അതിരു കവിഞ്ഞ വിനയവും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നവരും എതിരാളികളോട് പുറമെ എളിമ കാണിക്കുന്നവരുമായിരിക്കും. കലാകാരന്മാരും ശാസ്ത്രാഭിരുചിയുള്ളവരുമായിരിക്കും. സ്ത്രീകൾ പൗരുഷമുള്ളവരും സ്ത്രൈണഭാവം കുറഞ്ഞവരുമായിരിക്കും. സൗന്ദര്യമുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ്. അനീതി കണ്ടാൽ ഉടൻ തന്നെ ശക്തമായി പ്രതികരിക്കും. ഗൃഹഭരണത്തിൽ മിടുക്കുള്ളവരും ഭർത്താവിനെ അനുസരിക്കുന്നവരുമായിരിക്കും. കുട്ടികളെ അടക്കത്തോടെ വളർത്താൻ ശ്രദ്ധിക്കുന്നവരാണ്. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. 10-ാം തീയതി ജനിച്ചവർ എല്ലാവരോടും സൗഹൃദത്തോടെ ഇടപെടുന്നവരും എതിരാളികളെ പോലും കൂടെ നിർത്താൻ ശേഷിയുള്ളവരുമായിരിക്കും. കീർത്തി നേടാൻ യോഗമുള്ളവരാണിവർ. 19-ാം തീയതി ജനിച്ചവർ സാധുക്കളെ പോലെ തോന്നുമെങ്കിലും ഏതു പ്രതിസന്ധിയിലും രഹസ്യം സൂക്ഷിക്കുന്നവരാണ്. ആരെയും ചതിക്കാൻ മടിക്കില്ല. സാധാരണ ആരെയും കടന്നാക്രമിക്കാൻ പോകില്ല. എന്നാൽ എതിരാളികൾ ഇവരെ ബുദ്ധിമുട്ടിച്ചാൽ ഇവരിൽ നിന്ന് ഭയാനകമായ തിരിച്ചടികൾ കിട്ടിയിരിക്കും. 28-ാം തീയതി ജനിച്ചവർ സൗന്ദര്യമുള്ളവരും ചുറ്റുമുള്ളവരെ മനസ്സാ വാച കർമ്മണ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരുമാണ്. സംതൃപ്തമായ കുടുംബജീവിതത്തിന് യോഗമുള്ളവരാണിവർ. ആപത്തുകൾ പിന്തുടരും. ഒന്നിനെയും പഴി പറയാതെ എല്ലാ പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടെ നേരിടും. ന്യൂമറോളജി പ്രകാരം ഇവർ 28-ാം തീയതി മാത്രം ഒരു ശുഭകാര്യത്തിലും മുതിരരുത്. കാരണം ഇത് നിർഭാഗ്യവും പ്രതികൂല അനുഭവങ്ങളും സൃഷ്ടിക്കും. ജന്മസംഖ്യയായി 1 വരുന്നവർ എല്ലാ ശുഭകാര്യങ്ങളും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചെയ്യുന്നതാണ് നല്ലത്. അത് അവർക്ക് കാര്യങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ പ്രാധാന്യം ചെയ്യും. കൂടാതെ ഇവരുടെ ഭാഗ്യ നിറം മഞ്ഞയാണ്. പ്രധാന ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. കൂടുതൽ ഭാഗ്യം വരാൻ മഞ്ഞ, പുഷ്യരാഗം തുടങ്ങിയ രത്നങ്ങൾ, മോതിരം, വള, മാല, കമ്മൽ, മൂക്കുത്തി, ബ്രേസ്ലെറ്റ് എന്നീ ആഭരണങ്ങളും ധരിക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.